അയ്യൻകുഴി ജനത അനിശ്ചിതകാല സമരത്തിലേക്ക്. റെഡ് കാറ്റഗറിയിൽപ്പെട്ട HOC BPCL കമ്പനികളുടെ മതിൽക്കെട്ടിനുള്ളിൽ കിടക്കുന്ന അയ്യൻകുഴി ജനതയെ ഉടൻ മോചിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 6-7 മാസമായിട്ട് മലയാളം TV ലൈവ് അയ്യൻകുഴി ജനതയുടെ ഈ പ്രശ്നത്തിന് പിന്നാലെയുണ്ട്. വിശദ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ 40 വർഷമായി എറണാകുളം ജില്ലയിലെ അമ്പലവോളിൽ HOC BPCL എന്ന റെഡ് കാറ്റഗറി കമ്പനികൾക്കിടയിൽ 9 ഏക്കർ സ്ഥലത്ത് 42 കുടുംബങ്ങൾ ശ്വാസം മുട്ടി ജീവിക്കുന്നു. ഇതിനോടകം ഒരുപാട് തവണ വിവിധ അപകടകരമായ സാഹചര്യങ്ങൾ ഈ കമ്പനികളിൽ നിന്നും ഈ പ്രദേശവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 9 ഏക്കറിൽ താമസിക്കുന്ന ദുരിതബാധിതർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളോടുകൂടി സ്ഥലം ഏറ്റെടുക്കണം എന്ന മുഖ്യമായ ആവശ്യം മുൻനിർത്തിയാണ് അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുന്നത്. HOC കമ്പനി ഗേറ്റിൽ തുടങ്ങി KRL കമ്പനി ഗേറ്റിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയാണ് അനിശ്ചിതകാല സമരം തുടങ്ങിയത്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. ഒരു ജനതയാണ് നമ്മൾ ഇത്രയും കാലം സമാധാനപരമായിട്ട് നിയമപരമായിട്ടുള്ള സമരങ്ങളും നിയമപരമായിട്ടുള്ള വഴികളിലെ കോടതി വഴിയും നമ്മളുടെ കാര്യങ്ങൾ സമർത്ഥിച്ചെങ്കിലും ഇതുവരെയും നമുക്ക് നീതി ലഭിക്കാത്തൊരു അവസ്ഥയിൽ നമ്മൾ വീണ്ടും ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക്, തുടർ സമരങ്ങളിലേക്ക് പോകാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അനിശ്ചിതകാല സമരത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അധികാരികളുടെ പകല് നമ്മുടെ നേരെ കണ്ണ് അടച്ച് ഇരുട്ടായിരിക്കുന്ന അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ ചെവി തുറക്കാനും വേണ്ടിയിട്ട് ഈ സമരം ഉപകരിക്കട്ടെ. നിങ്ങളെല്ലാവരും ഇതിൽ സഹകരിക്കണം. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ വിഭാവനം ചെയ്യുന്ന സമരങ്ങളിൽ എല്ലാത്തിലും തന്നെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ സമരത്തിൽ നമ്മളുടെ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി പങ്കജാക്ഷനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ മുസ്ലിംമാരായ ജനകീയ സമിതിയുടെ അംഗങ്ങളെ, അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ, ഇവിടെ നമ്മുടെ ഇന്ന് യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റു വന്നിരിക്കുന്ന നമ്മുടെ വാർഡിന്റെ MLA, നമ്മുടെ MLA എന്ന് ഞാൻ പറയുന്നത് മനഃപൂർവ്വം, നമ്മുടെ വാർഡിന്റെ MLA ആണ്. നമ്മുടെ മെമ്പർ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ മുമ്പിൽ വെക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുക. പണ്ട് നമ്മൾ വിളിച്ചപ്പോൾ അവർക്ക് ചില അസൗകര്യം ഉണ്ടായെങ്കിലും പങ്കജാക്ഷ നിങ്ങളുടെ കാര്യത്തിൽ എന്നോട് പറഞ്ഞ ഒറ്റ വായിക്കണം, ഞാനൊരു ജനപ്രതിനിധിയാണ്, ഞാൻ ഒരു പാർട്ടിക്കാരുടെ ആളല്ല, ജനപ്രതിനിധിയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിലുണ്ട് എന്ന് ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞ് എനിക്ക് വലിയ അഭിമാനം തോന്നി. അവരെ തന്നെ ഉദ്ദേശിച്ച് വേറെ ആളെ കിട്ടില്ല എന്നിട്ടല്ല, നമ്മളെ വാർഡ് മെമ്പറായിരിക്കണം നമ്മൾ മുമ്പിൽ വെക്കുന്ന ആള്, നമ്മുടെ രക്ഷാധികാരിയാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ മുമ്പിൽ നിന്ന് കാര്യങ്ങൾ പറയാനുള്ള ആളാണ് ആ ശ്രീമതി LC പോലീസിനെ ആദ്യമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുക. പിന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തുകയും ഈ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ മലയാളം TVയുടെ ജയ മാഡത്തിനും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ഇതിൻ്റെ ജനറൽ കമ്മിറ്റി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. 1-2 കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധ സൂചിപ്പിക്കുകയാണ്. ഈ അനിശ്ചിതകാല സമരം നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷേ നമുക്ക് ഇതിനുള്ള സമയം വന്നെത്തിയപ്പോഴാണ്. നമ്മുടെ കേസ് നിർണായകമാണ്. ഈ ഒരു മാസമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോടതി പറഞ്ഞിരിക്കുന്ന 1 മാസം, നാളെ നമുക്ക് കേസുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആളുകളൊക്കെ എല്ലാ കാര്യത്തിലും സജീവമായിട്ട് നിൽക്കണം. നമ്മുടെ ജീവനാണ് വലുത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ജീവൻ ഉണ്ടെങ്കിലേ ജീവനുള്ളൂ. ഇപ്പോഴും പല ആളുകൾക്ക് അതിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മുടെ തുടർ സമരം
എന്നും ഓരോ ദിവസവും ഓരോ കുടുംബങ്ങളിലാണ് ഇവിടെ ബോർഡ് വരും. ഓരോ ദിവസവും ഓരോ കുടുംബങ്ങളും ഇവിടെ സമരം ഈ 5-10 മിനിറ്റ് ഇവിടെ വന്ന് ഈ പന്തം കത്തിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് റിഫൈനറി വാദത്തിന് വരുമ്പോൾ തിരിച്ചു വന്ന് നിങ്ങൾക്ക് വീട്ടിൽ പോവാം. അപ്പൊ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവും എന്നും ഡെയിലി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാനോ രാധാകൃഷ്ണനോ ബാബുവോ മാത്രം ഒറ്റയ്ക്ക് എന്നും ഈ പന്തം പിടിച്ചുകൊണ്ടുള്ള ആൾക്കാരും ഭ്രാന്തെന്ന് വരും ഇല്ലേ? അപ്പൊ ജനകീയ പങ്കാളിത്തം നമ്മുടെ ഉണ്ടാവണം. അതുകൊണ്ട് ഞങ്ങള് ഓരോ ദിവസവും കൗണ്ട് ഡൗൺ ചെയ്തിട്ട് ഇവിടെ ബോർഡ് വയ്ക്കും. ഇന്ന വീട്ടുകാരായിരിക്കും ഇന്നത്തെ സമരഭടന്മാര് എന്ന് നമ്മൾ കൗണ്ട് വയ്ക്കുമ്പോൾ ഓരോ ദിവസവും ആ വീട്ടിൽ ആരെങ്കിലും ഒന്നോ രണ്ടെണ്ണോ ഒക്കെ വരിക. അപ്പൊ ഞങ്ങളിവിടെ ഉണ്ടാവും. ഒരു 5 മിനിറ്റ് ഇവിടുന്ന് പന്തം കത്തിച്ച് നമ്മുടെ റിഫൈനറി വാതൊക്കെ പോയി തിരിച്ചു വരും. ഇവിടെ പന്തം കെടുത്തി നമ്മൾ അവസാനിപ്പിക്കുന്നു. അങ്ങനെ 5 ദിവസം കൂടുമ്പോ നമ്മുടെ ഈ സമരത്തെ അഭിസംബോധന ചെയ്യാൻ പല സ്ഥലങ്ങളിൽ നിന്നും ഓരോ നേതാക്കന്മാർ വരും. ഈ 5-ാം തീയതി വരാൻ പോകുന്ന പ്രശസ്തമായ നേതാവാണ്. പേരിപ്പോ പറയുന്നില്ല. പേര് നമ്മൾ കമ്മിറ്റി കൂടി പുറത്തു വിടുന്നുള്ളൂ. അത് ഇപ്പൊ പബ്ലിക്കിൽ ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ 5-ാം ദിവസം നമ്മൾ എല്ലാവരെയും അറിയിക്കും ഇന്ന ആള് വരുന്നു നമ്മുടെ സമരത്തെ അഭിസംബോധന ചെയ്യാൻ. അങ്ങനെ 6-5-30 5 ദിവസം വെച്ചാകുമ്പോ ഒരു മാസത്തേക്ക് 6-30 ദിവസമായില്ലേ? ആ 6 വിശിഷ്ട അതിഥികളും കൂടാതെ മറ്റു പലരും പങ്കെടുക്കുന്ന ആ 5-ാമത്തെ ദിവസം എല്ലാ വീട്ടുകാരും പങ്കെടുക്കണം എന്നാണ്. ഇത് വ്യത്യസ്ത സമരമാണ്. അപ്പൊ ഈ സമരം വിജയിപ്പിക്കണം. ഇനി നമ്മൾ ഇത് കഴിയുമ്പോ ഇതല്ലേ വേറെ പല സമരങ്ങളൊക്കെ ഉണ്ട്. നമ്മളോട് കാണാൻ കഴിയാത്ത, നമ്മളോട് ആരും ചെയ്യാത്ത സമരങ്ങൾ നമ്മൾ ചെയ്യും. അത് അയ്യങ്കുഴിക്കർക്ക് മാത്രമേ പറ്റൂ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരം പറയാനുള്ളത്. എനിക്കധികം സംസാരിക്കാൻ കഴിയില്ല. എങ്കിലും നിങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാകുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. നമ്മുടെ കാര്യമാണ്. ആരും ഇതിനെ പിന്തിരിപ്പിച്ചാലും ഇപ്പൊ തന്നെ ഈ വന്നിരിക്കുന്ന ആളുകൾ ഇതിന് ഉദാഹരണമാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളില് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഭാവിയിലെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടണം. ആ ഒരു ഓർത്തുണ്ട് പറഞ്ഞ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണമേ എന്ന് മാത്രം. ഈ സമരസമിതിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, അയ്യങ്കുഴി പ്രദേശവാസികളെ, നമുക്കറിയാം ഇന്നിപ്പോ ഈ സമരത്തിന് ആസ്പദമായ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. കാരണം കൊച്ചിൻ റിഫൈനറിയുടെ അശാസ്ത്രീയ സ്ഥലമെടുപ്പ് മൂലം തികച്ചും ഒറ്റപ്പെട്ടു പോയ ഒരു പ്രദേശമാണ് നമ്മുടെ അയ്യങ്കുഴി പ്രദേശം. ഇവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ റിഫൈനറിക്കായാലും HOC മാനേജ്മെന്റിനായാലും തീർച്ചയായിട്ടും അറിവുള്ള ഒരു കാര്യമാണ്. എന്താണ് ഇവിടുത്തെ വിഷയം എന്ന് ഇവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടല്ല തീർച്ചയായിട്ടും ഇവർ ഈ പ്രശ്നത്തിൽ ഇടപെടാത്തത്. ഇനി ഇവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ തികച്ചും ഏറ്റവും ഒരു ഗൗരവമേറിയ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. ഈ പ്രദേശത്തെ ആളുകളാണെങ്കിൽ ഓരോരുത്തരും ശ്വാസം മുട്ട് മൂലം അതുപോലെ പല പ്രശ്നങ്ങളിൽ കൂടെ നേരിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 4 വശവും ചുറ്റപ്പെട്ട ഒരു കമ്പനിയുടെ മതിലിനുള്ളിൽ തികച്ചും ഒറ്റപ്പെട്ടു പോയ ഒരു പ്രദേശമാണ് അയ്യങ്കുഴി പ്രദേശം. എന്നാൽ ഈ വാർഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി സ്ഥലം ഏറ്റെടുത്തത് മൂലം ഈ അമ്പലമുകൾ പ്രദേശം പൊതുവെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മുടെ അമ്പലമുകള്, അതുപോലെ തന്നെ അടൂർ, ഏറ്റിക്കര, അയ്യങ്കുഴി ഈ 4 പ്രദേശം അടങ്ങുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ അമ്പലമുകൾ പ്രദേശം. പറഞ്ഞല്ലോ, ഇവിടുത്തെ ജനങ്ങളാകെ ദുരിതത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ PDPP കമ്പനിയും അതുപോലെ തന്നെ നമ്മുടെ HOC കമ്പനിയും അതുപോലെ റിഫൈനറിയുടെ മുഴുവൻ കമ്പനികളിലും ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ വാർഡ്. നമുക്കറിയാം 500 മീറ്റർ ചുറ്ററിവിൽ ഗ്രീൻ ബെൽറ്റും അതേപോലെ ബഫർ സോണും വേണമെന്നിരിക്കെ ഇവരുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഈ കമ്പനി എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നും തീർച്ചയായിട്ടും ഇവിടുത്തുള്ള ആളുകൾക്കും കമ്പനി മാനേജ്മെന്റിനും എല്ലാം അറിവുള്ളതാണ്. എന്നാൽ തികച്ചും അന്യായമായ തരത്തിലൂടെ പ്രവർത്തിക്കുന്ന ഈ കമ്പനി ശരിക്കും ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തികച്ചും ഈ കമ്പനിയുടെ അശാസ്ത്രീയ സ്ഥലമെടുപ്പിനെ കുറിച്ച് നമ്മുടെ നിയമസഭയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇവർക്ക് അറിവില്ലാത്തതല്ല. കാരണം ഇവിടുത്തെ ആളുകൾ ഓരോന്നും പല ദിവസങ്ങളായി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആവുകയും അവരുടെ രോഗാവസ്ഥ എന്തെന്ന് പോലും ഇവർ മനസ്സിലാക്കാതെ ഇവരുടെ ജീവിത ക്ലേശങ്ങൾ ഓരോ ദിവസം നേരിടുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നത്തിലൊന്നും ഒരു തീരുമാനമാവാതെ കമ്പനി മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. നമുക്കറിയാം, ഇവിടുത്തെ ജനങ്ങൾ ഇവിടുന്ന് പല ഇടങ്ങളിലേക്കും യാതൊരു ഗതിയുമില്ലാതെ ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ആളുകൾ ഈ പരിസരത്ത് നിന്ന് മാറി പല ദേശങ്ങളിൽ പോയി വാടകയ്ക്കും മറ്റും താമസിക്കുന്നത്. കാരണം ഇവിടുത്തെ ആളുകൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റിയ യാതൊരു സാഹചര്യവും ഇവിടെ ഇല്ല. ഓരോരുത്തരും ശ്വാസമുട്ട് മൂലവും അതുപോലെ തന്നെ ക്യാൻസർ രോഗികളായിട്ടും പല രീതിയിലും നമ്മുടെ ആളുകൾ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
എന്നാൽ ഇതിനൊരു പരിഹാരം എന്നോണം നമുക്ക് ഈ സ്ഥലം കമ്പനി ഏറ്റെടുത്ത് ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഈ കൊച്ചിൻ റിഫൈനറിക്കോ അല്ലെങ്കിൽ HOCക്കോ അതിനകത്ത് ഇതിന് വേണ്ട ഇടപെടലുകൾ നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു സാഹചര്യം ആണെന്ന് നിലവിലുള്ളത്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനമാണ് കൊച്ചിൻ റിഫൈനറി. ആ കേന്ദ്രത്തിന് ഇതിനകത്ത് തീർച്ചയായിട്ടും ഇടപെടാവുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാമല്ലോ, ഇവിടുത്തെ ജനങ്ങളാണ് ഏറ്റവും വലിയ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാവ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ജനങ്ങൾ ഉണ്ടെങ്കിലാണ് കമ്പനി ഉള്ളത്. കമ്പനിയുടെ നേരെ ഇന്ന് മുഖം തിരിച്ച് ഏറ്റവും ക്ഷമയോടെ ഇവിടുത്തെ ആളുകൾ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയില്ലാത്തതുകൊണ്ടല്ല, അവർ അവരുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണ്. കമ്പനി വികസനത്തിന് നമ്മുടെ നാട്ടിലെ ആളുകൾ ആരും ഇന്ന് എതിരല്ല. കാരണം നമ്മുടെ ഓരോരുത്തരുടെ ഉപജീവന മാർഗം കൂടിയാണ് കമ്പനി. അപ്പോൾ അത് നിലനിന്ന് പോകുന്നിരിക്കെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളെ ഇവിടുന്ന് മാറ്റി നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള അവസരം കൊച്ചിൻ റിഫൈനറി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സമരത്തിന് എല്ലാവരുടെ പിന്തുണയും വടവൂർ പുത്തൻകുരിശ് പഞ്ചായത്തിന്റെ ഭരണസമിതി എന്ന രീതിയിലും അതേപോലെ വാർഡിന്റെ മെമ്പർ എന്നുള്ള രീതിയിലും ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇതിനെല്ലാവരുടെ പിന്തുണയും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്ക് നിർത്തുകയാണ്. നന്ദി. പ്രതിഷേധം 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 ജംഗുയുടെ പ്രതിഷേധം ആരെയും അട്ടിമറിക്കാനല്ല, ആരോടും വകപോക്കാനല്ല, തിരിച്ചുപോയ ഒരു തെറ്റിന് വേണ്ടി ഇതാണ് ഈ സമരം. ജംഗുയുടെ പ്രതിഷേധം വളരെ വർഷങ്ങളായി നമ്മുടെ കേരളയുടെ അയ്യൻകുഴിയിലെ നിവാസികൾ നിയമസമരത്തിലൂടെ പ്രത്യക്ഷമായ സമരത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇവിടെ സമരം ചെയ്യുന്നത് നമുക്ക് പ്രത്യേകമായ എന്തെങ്കിലും അവകാശം നേടാനല്ല, മറിച്ച് ജീവിക്കാനുള്ള നമ്മുടെ അവകാശം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി സംരക്ഷിക്കാനാണ് നമ്മുടെ സമരം. നമ്മുടെ ജനിച്ചു വീഴുന്ന കൊച്ചുകുഞ്ഞുങ്ങൾ ആരോഗ്യത്തോട് ജീവിക്കുന്ന അന്തരീക്ഷം ഇവിടെ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സമരം. പക്ഷെ ആ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട്, ആ സമരത്തിൽ കണ്ണുകൂട്ടി അടച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന ഭരണകൂടവും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ കമ്പനി മാനേജ്മെന്റും ഒക്കെ തന്നെ ഇവിടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് കരുക്കരുതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വർഷങ്ങൾക്കപ്പുറം ഈ അയ്യൻകുഴി എന്ന കൊച്ചു പ്രദേശം, അമ്പലമൂർ എന്ന കൊച്ചു പ്രദേശം വളരെ പ്രശാന്ത സുന്ദരമായിരുന്ന, അത് പാരിസ്ഥിതികമായി വളരെ ആരോഗ്യമുള്ള ഒരു പ്രദേശമായിരുന്നു. ആ പ്രദേശത്തേക്ക് കൊച്ചിൻ റിഫൈനറി കടന്നു വരുമ്പോൾ ഒരു വ്യവസായം കടന്നു വരാൻ, ആ വ്യവസായം കടന്നു വരുമ്പോൾ നാടിനും കേരളത്തിനും ഇന്ത്യക്ക് ഭാഗത്ത് തന്നെ ഉണ്ടാകുന്ന ആ ഗുണപരമായ വശം കണ്ടുകൊണ്ട് ആ വ്യവസായത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ. ആ ഒരു തെറ്റിന്റെ പേരിൽ അവരുടെ പിൻതലമുറയെ ഇന്ന് മാനേജ്മെന്റ് അവരെ ലാഭക്കൊലി മാത്രം കണ്ണുനട്ടുകൊണ്ട്, ലാഭത്തിൽ മാത്രം കണ്ണുനട്ടുകൊണ്ട് മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ഇവിടെ ജനസമൂഹത്തെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കൊച്ചുകുഞ്ഞും, ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും എല്ലാവരും തന്നെ രോഗികളായിരുന്നുകൊണ്ട് അവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗവും ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ഒരു ദുരവസ്ഥയിൽ നിൽക്കുകയാണ്. ആ അവസ്ഥ ഉണ്ടാക്കിയെടുത്ത് ഇവിടുത്തെ റിഫൈനറി, ഇവിടുത്തെ കമ്പനിയുമാണ്. കാരണം വർഷങ്ങളായി കമ്പനി അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സ്ഥലമെടുത്തിട്ടുണ്ട്, ഒരുപാട് പ്രദേശങ്ങൾ കമ്പനിയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ കമ്പനിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു 9 ഏക്കർ സ്ഥലം മാത്രം എന്തുകൊണ്ടിവിടെ വിട്ടുപോയി എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. ആ ചോദ്യം ഉയർന്നു വരുമ്പോൾ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കമ്പനി അതിന്റെ അധികാരികൾ നടത്തിയ വലിയ ഒരു അഴിമതിയുടെ കൂടി കഥയാണ് അവിടെ പുറത്തു വരുന്നത്. ഇവിടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഈ കമ്പനി സ്ഥലമെടുക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ആ സാമ്പത്തിക ലാഭം നോക്കിക്കൊണ്ട് കമ്പനി സ്ഥലമെടുത്തപ്പോൾ ആ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ തരത്തിലുള്ള നേട്ടങ്ങൾ കൊടുക്കാൻ കഴിയാത്ത സാധാരണക്കാർ താമസിക്കുന്ന ഒരു പ്രദേശത്തെ ബോധപൂർവം അവർ പലപ്പോഴായി അവഗണിച്ചു. ആ അവഗണന ഫലമാണ് ഈ 42 കുടുംബങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടൊക്കെല്ലാം കാരണം. അതുകൊണ്ട് വൈകിയ വേളയിലെങ്കിലും കൊച്ചിൻ റിഫൈനറി HOC മാനേജ്മെന്റ് തങ്ങളുടെ തെറ്റ് തിരുത്തുവാൻ തയ്യാറാകണം. അത് തിരുത്താൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ അത് തിരുത്തിക്കുന്നതുവരെ ഉജ്ജ്വലമായ സമരത്തിന്റെ പാതയിലൂടെ അയ്യൻകുഴി നിവാസികൾ മുന്നോട്ട് പോകുമെന്ന് സ്ഥിരമായി പ്രഖ്യാപിക്കാൻ ഞാൻ നിയോഗിക്കുകയാണ്. ആ സമരത്തിന് ഇവിടെ താമസിക്കുന്നവരും ഇവിടെ അകലെ പോയവരും മുഴുവൻ ആളുകൾ ഇവിടെ വന്നുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ മാനേജ്മെന്റിന്റെ ചിക്കാരത്തിന് അറിവുതരത്തിലുള്ള ഉജ്ജ്വലമായ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ സമരം മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരത്തിൽ പങ്കെടുത്ത സമരഭടന്മാർക്ക് ഊഷ്മളമായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.
വ്യവസായങ്ങൾ വളരാനായി ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ BPCL HOC റിഫൈനറി മാനേജ്മെന്റ് നീതി പാലിക്കുക HOC മാനേജ്മെന്റ് നീതി പാലിക്കുക ജില്ല ഭരിക്കും അധികാരി ജില്ല ഭരിക്കും അധികാരി ഇത് ഒരു വലിയ ഒരു പ്രക്ഷോഭത്തിലേക്കാണ് ഇന്ന് ഇവിടെ ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാനേജ്മെന്റിന്റെ മർക്കടമുഷ്ടി മാത്രം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സ്ഥലം എടുക്കാൻ കമ്പനി കൂട്ടാക്കുന്നത്. കേവലം ഇന്ന് കോടികൾ മുടക്കി ഇവിടെ CSR ഫണ്ടുകൾ വിനിയോഗിക്കുന്ന ഈ കമ്പനിക്ക് കേവലം നിസ്സാരമായി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഇത്രയും ബുദ്ധിമുട്ടി കഴിയുന്ന ഈ ജനങ്ങളെ ഒഴിപ്പിക്കാനായിട്ട് ഈ കമ്പനികൾക്ക് കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ HOC കമ്പനിയും. HOC കമ്പനി പറയുന്ന ഒരേ ഒരു കാര്യം പറയുന്നത് അവർക്ക് ഇവിടെ ഫണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്ന ഈ HOC അതുപോലെ തന്നെ ഈ BPSL വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അയ്യങ്കുഴിക്കാരുടെ ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്.